ഹോസ്പിറ്റൽ ഡയറക്ടറും ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാനുമായ പ്രൊഫസർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്തഫ, കൗൺസിലർ സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരൻ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ സംരംഭം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞ് ഇവിടെ വന്നാൽ നിങ്ങളെ ശുശ്രൂഷിച്ച്, കുട്ടികളെ ശുശ്രൂഷിച്ച്, നിങ്ങളുടെ ആരോഗ്യം നോക്കി, അതുമായി നിങ്ങളെ സുന്ദരികളും സുന്ദരന്മാരുമാക്കി പുറത്തേക്ക് വിടുന്ന ഒരു സ്ഥാപനമാണ്. കാരണം ഇവിടെ കോസ്മെറ്റോളജി ഉണ്ട്. കോസ്മെറ്റോളജി ഞങ്ങളെ കാണിച്ചപ്പോൾ അതിനൊക്കെ പ്രത്യേക ആയുർവേദിക് ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത മരുന്നുകളുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഇപ്പോൾ ഈ സൗദിയിൽ ബ്യൂട്ടി കൺസേൺ ആണ്. അപ്പോൾ അവർക്ക് പ്രസവിച്ച് കഴിഞ്ഞാൽ അവിടെ വരാൻ ഇവിടെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതൊന്നും ഇല്ലാതെ ഇവിടെ നല്ല രീതിയിൽ സുന്ദരികളാക്കിയിട്ട് അതുകൊണ്ട് തന്നെ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, ഒരു മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ആവശ്യം എപ്പോഴും ഇല്ലായിരുന്നു. 1989 ഞാൻ ആശുപത്രി എടുക്കുമ്പോൾ ഇവിടെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരുന്നു. അന്നാണ് ഞങ്ങൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തുടങ്ങിയത്. ഇപ്പോൾ 3-4 വലിയ ഹോസ്പിറ്റല്, മെഡിക്കൽ കോളേജ് ഒക്കെ ഉണ്ടായി വളർന്ന് വികസിക്കില്ല. ആരോഗ്യരംഗത്തും വളരെയധികം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ തോന്നുന്നത് IT കഴിഞ്ഞാൽ ഏറ്റവും വികസനം നടക്കുന്നത് ആരോഗ്യരംഗത്താണ്. അപ്പോൾ AI ഒക്കെ അതിന് നല്ല രീതിയിൽ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറേ ഡോക്ടർമാർക്കൊക്കെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരെ AI കിടന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. എന്തുതന്നെയാണെങ്കിലും പ്രസാദ് സാഹിബ് അദ്ദേഹത്തിൻ്റെ ഹാർഡ് റേറ്റ് മണി ഉപയോഗിച്ച് ഇങ്ങനൊരു സംരംഭം പെരിന്തൽമണ്ണയിൽ തുടങ്ങിയതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ എല്ലാവിധ ഭാവങ്ങളും നേർന്നു. നന്ദി, നമസ്കാരം.